ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ റൂമിൽ തന്നെ മണ്ണൊന്നുമില്ലാതെ സ്പ്രിംഗ് ഒനിയൻ എങ്ങനെ വളർത്തിയെടുക്കുക എന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു സവാളയാണ്. ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് നമ്മൾ ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുക്കണം. ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒരു ഭരണിയിലോ ഇതിലായാലും, ഞാനിപ്പോൾ ഇത് കുടിക്കുന്ന വെള്ളം വാങ്ങിക്കുന്ന ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അതിൽ വെള്ളം എടുത്തതാണ്. അതിലേക്ക് നമ്മൾ ഉള്ളി ഇങ്ങനെ ഈ നാരുള്ള ഭാഗം, അതായത് ഈ നാരാണ് വേരായിട്ട് വരുന്നത്, ഇങ്ങനെ കമത്തി വെക്കുക. അത് ഈ വെള്ളത്തിൽ തന്നെ ഇതിൻ്റെ വേര് ഇങ്ങനെ മുട്ടിയിരിക്കണം. ഇതൊരു 2 ദിവസം കഴിയുമ്പോഴേക്ക് ഈ വേരെല്ലാം ഇതുപോലെ വളർന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ്. ഇതൊരു 3 ദിവസമായതാണ്. ഇതിലിട്ട് വെച്ചതാണ് ഞാനിത്, ഈ ഉള്ളി. അപ്പം ഇതിങ്ങനെ ഈ നാരൊക്കെ ഇങ്ങനെ വെള്ള കളറിലായി വേരായിട്ട് ഇങ്ങനെ താഴോട്ട് പോകും. അത് ഈ വെള്ളത്തിലിങ്ങനെ മുക്കി വെക്കണം. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 5 ദിവസം ആകുമ്പോഴേക്ക് ഈ മണ്ടഭാഗത്ത് നിന്ന് മുള വരുന്നത് നമുക്ക് കാണാം. പിന്നെ ഒരു 12 ദിവസം കഴിയുമ്പോഴേക്ക്, ഇതിപ്പോൾ ഒരു 12 ദിവസം ആയതാണ്, 12 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് തണ്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ള സ്പ്രിംഗ് ഒനിയൻ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പം കടയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് സ്പ്രിംഗ് ഒനിയൻ വാങ്ങിക്കാൻ പോകാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾക്ക് റൂമിലിങ്ങനെ വളർത്തിയെടുക്കാമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഇങ്ങനെ വളർന്നു വരുന്നതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് സൂര്യപ്രകാശമൊന്നും വെക്കേണ്ട, നമ്മുടെ വിൻഡോയുടെ അടുത്ത് നമ്മുടെ റൂമിൽ തന്നെ വെച്ചാൽ മതി, അല്ലാതെ ഡയറക്റ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ഈസിയായി സ്പ്രിംഗ് ഒനിയൻ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക്